പ്രോഗ്രസ് കാർഡിൽ സ്വയം മാർക്കിടാം. വിദ്യാർത്ഥികളെ വിലയിരുത്താൻ പുതിയ സംവിധാനവുമായി NCERT. പണ്ട് മുതലേ പ്രോഗ്രസ് കാർഡ് എന്നുള്ളത് കുട്ടികളുടെ മനസ്സിലെ വലിയൊരു പേടി സ്വപ്നമായിരുന്നു. അധ്യാപകർ മാർക്ക് ചെയ്യുന്ന, അതായത് രേഖപ്പെടുത്തുന്ന മാർക്കുകൾ വീട്ടിലേക്ക് എത്തിക്കാൻ, രക്ഷാകർത്താക്കളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു പ്രോഗ്രസ് കാർഡ്. NCERT ഒരുപാട് പരിഷ്കാരങ്ങളുമായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പഴയ കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റിമറിച്ച് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ NCERT ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോഗ്രസ് കാർഡിൻ്റെ കാര്യത്തിൽ NCERT എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വാർഷിക പരീക്ഷാ ഫലങ്ങളും അധ്യാപകരുടെ അഭിപ്രായങ്ങളും അടിസ്ഥാനമാക്കി പ്രോഗ്രസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരുന്ന പരമ്പരാഗത രീതിക്ക് പകരം പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്താനാണ് NCERTയുടെ തീരുമാനം. ഇനി പുതിയത് എന്തൊക്കെയാണ് പുതിയ മാനദണ്ഡങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്വയം വിലയിരുത്തൽ, രക്ഷിതാക്കളുടെയും സഹപാഠികളുടെയും അഭിപ്രായം എന്നിവ കൂടി ആസ്ഥാനമാക്കി സമഗ്രമായ പ്രോഗ്രസ് കാർഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. NCERTയുടെ കീഴിലുള്ള പഠന നിലവാര നിശ്ചയ സംവിധാനമായ പരഖാണ് സമഗ്ര റിപ്പോർട്ട് കാർഡ് വികസിപ്പിച്ചത്. മൂല്യനിർണ്ണയം കൂടുതൽ പഠന കേന്ദ്രീകൃതമാക്കാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ, അതായത് NEPയുടെ ശുപാർശ പ്രകാരമാണ് ഈ നടപടി. ഇതിൽ കുട്ടികളെ പല സ്റ്റേജുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റേജ് ഫൗണ്ടേഷൻ സ്റ്റേജ്, അതായത് ഫൗണ്ടേഷൻ, അതായത് ബേസ്മെൻറ്റ്, നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ബേസ്മെൻറ്റ് എന്നറിയപ്പെടുന്നതാണല്ലോ താഴത്തെ ക്ലാസ്സുകൾ, 1, 2 വരെയുള്ള ക്ലാസ്സുകൾ. അവരെ ചേർത്തിട്ടാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് തയ്യാറാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അതായത് 3 മുതൽ 5 വരെയുള്ള കുട്ടികൾ, ആ പ്രായത്തിലുള്ള കുട്ടികളെ എല്ലാം കൂടെ ചേർത്തിട്ട് പ്രിപ്പറേറ്ററി സ്റ്റേജ്. അടുത്ത മിഡിൽ സ്റ്റേജ് ആണ് 6 മുതൽ 8 വരെ. ഇവർക്കൊക്കെ ആയിട്ടാണ് ആദ്യഘട്ടത്തിൽ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്, അതായത് HPC വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേജും പ്രിപ്പറേറ്ററി സ്റ്റേജും മിഡിൽ സ്റ്റേജും ചേർത്താണ് ആദ്യഘട്ട പ്രോഗ്രസ് കാർഡ്. അതിനെ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നു. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് അടുത്ത ഘട്ടത്തിൽ റിപ്പോർട്ട് കാർഡ് തയ്യാറാക്കുമെന്നും എന്ന് പരഖ് മേധാവിയായിട്ടുള്ള, അതായത് അതിൻ്റെ CEO ആയ ഇന്ദ്രാണി ഭാദുരി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഈ റിപ്പോർട്ട് കാർഡ് അതേപടിയോ അല്ലെങ്കിൽ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭേദഗതി ചെയ്തോ നടപ്പാക്കാം. ഇത് അതുപോലെ തന്നെ പരഖ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാർഡ് അതുപോലെ തന്നെ യൂസ് ചെയ്യണം എന്ന് യാതൊരു നിയമവുമില്ല. അത് അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ആ ദേശത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭേദഗതി ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് തന്നെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. സമഗ്ര കാർഡുകൾ ഡിജിറ്റൽ കാർഡാക്കി മാറ്റുമെന്നും ഇന്ദ്രാണി അറിയിച്ചിട്ടുണ്ട്. ഇതിനെ ഡിജിറ്റൽ രൂപത്തിൽ സേവ് ചെയ്യാനും സാധിക്കും. അക്കാദമിക് പഠനത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ സ്വയം അവബോധം, വ്യക്തിബന്ധങ്ങൾ, പ്രശ്നപരിഹാരം, വൈകാരിക ഘടകങ്ങൾ, സർഗാത്മക കഴിവുകൾ എന്നിവ പുതിയ പ്രോഗ്രസ് കാർഡ് സംവിധാനത്തിൽ വിലയിരുത്തപ്പെടും. നേരത്തെ ഉണ്ടായിരുന്ന പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത് ടോട്ടലി മാർക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടി, പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രോഗ്രസ് കാർഡ് ഉണ്ടായിരുന്നത്. ഇനിയുള്ള പ്രോഗ്രസ് കാർഡുകൾ അങ്ങനെ ആയിരിക്കില്ല. അക്കാദമിക് പഠനം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സ്വയം അവബോധം, അവരുടെ വ്യക്തിബന്ധങ്ങൾ, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ കൂട്ടുകെട്ട്, അതെല്ലാം പ്രശ്നപരിഹാരങ്ങൾ, അതായത് പ്രോബ്ലം സോൾവിങ്, വൈകാരിക ഘടകങ്ങൾ, സർഗാത്മക കഴിവുകൾ, അവരുടെ കഴിവുകൾ, കുട്ടികളുടെ കഴിവുകൾ എന്നിവയെക്കുറിച്ചെല്ലാം മാർക്ക് ചെയ്യാനുള്ള സ്പേസ് പുതിയ പ്രോഗ്രസ് കാർഡിൽ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്വയം വിലയിരുത്തലിന് പുതിയ കാർഡിലുള്ള സംവിധാനം വളരെ ശ്രദ്ധേയമാണ്. അവരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഉദാഹരണത്തിന് 1ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയോട് ഒരു സ്ക്വയറോ ഒരു ട്രയാങ്കിളോ ഒക്കെ വരയ്ക്കാനായിട്ട് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ബോർഡിൽ വന്നൊരു പടം വരയ്ക്കാൻ പറയുമ്പോൾ ആ കുട്ടി അത് തനിയെ വരയ്ക്കുകയാണെങ്കിൽ, ടീച്ചർ പറഞ്ഞ ആ ഒരു പടം വരയ്ക്കാൻ കഴിയുകയാണെങ്കിൽ എനിക്ക് സ്വയം ചെയ്യാൻ കഴിഞ്ഞു എന്ന് അതിനെ വിലയിരുത്താം. അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് ഞാൻ വരച്ചത്, അല്ലെങ്കിൽ അത് അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ചാണ്, എനിക്ക് വരയ്ക്കാൻ സാധിച്ചില്ല പക്ഷേ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ അത് ചെയ്യാൻ പറ്റി എന്ന്
ഒക്കെ വരുമ്പോൾ ഈ 3 പ്രസ്താവനകൾ അതിനകത്തിൽ മാർക്കിടാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ കഴിവ് വിദ്യാർത്ഥി ഉണ്ട്, ഇല്ല, ഉറപ്പില്ല എന്നിങ്ങനെയുള്ള മറുപടികളിൽ ഒന്ന് നൽകിയിട്ട് അങ്ങനെ മറുപടി നൽകി സ്വയം മാർക്കിടാം. ഓരോ കുട്ടിക്കും സ്വന്തം പ്രകടനം മാത്രമല്ല, ഇപ്പോൾ സ്വന്തമായിട്ടുള്ള പ്രകടനം മാത്രമല്ല, സഹപാഠികളെയും വിലയിരുത്താൻ കഴിയും. മറ്റ് സഹപാഠികളുടെ മാർക്കിടാനും കുട്ടിക്ക് കഴിയും. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ സ്വയം അവബോധവും ആത്മാഭിമാനവും വളർത്തിയെടുക്കാനാകും. എനിക്കത് പടം വരയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു സ്വയം ഒരു അഭിമാനം ഉണ്ടാകാൻ, എന്നെക്കൊണ്ടത് സാധിച്ചു എന്നൊരു അഭിമാനം ഉണ്ടാക്കാനും ഈ ഒരു വിലയിരുത്തലിന് ആകും. മിഡിൽ സ്റ്റേജിനായുള്ള പ്രോഗ്രസ് കാർഡിൽ വിദ്യാർത്ഥിക്ക് 1 വർഷത്തേക്കുള്ള തൻ്റെ മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ, അപ്പോൾ അതിൽ പ്രോഗ്രസ് കാർഡ് എടുത്ത് നോക്കിയാൽ അതിനകത്തിൽ ഞാൻ എന്തൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടത്, ഇപ്പം കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സബ്ജക്റ്റിൽ കുറച്ചും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഇതൊക്കെ അവർക്ക് തന്നെ അതിൽ എഴുതാം. അല്ലെങ്കിൽ വികസിപ്പിക്കേണ്ട ഞാൻ ഇനി എന്തൊക്കെ എൻ്റെ കഴിവുകൾ, എൻ്റെ കയ്യിൽ ആ കഴിവുകളുണ്ട്, എനിക്ക് പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത്, അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ശീലങ്ങളെക്കുറിച്ച്, സ്വന്തം ശീലങ്ങൾ എന്തൊക്കെയാണ് ഇനിയും മാറ്റിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ തന്നിലേക്ക് കൊണ്ടുവരേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെ തന്നെയും രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ അതിലുണ്ടാകും. മാതാപിതാക്കളെ കുട്ടിയുടെ പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാക്കുന്നതിലൂടെ സമഗ്ര കാർഡ്, അതായത് പരഖ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഈ സമഗ്ര റിപ്പോർട്ട് കാർഡ്, ആ കാർഡ് സ്കൂളിനെയും വീടിനെയും തമ്മിൽ ബന്ധിപ്പിക്കും. അതായത് സ്കൂളിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും മാത്രമല്ല, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി അതിൽ രേഖപ്പെടുത്തുമ്പോൾ അത് സ്കൂളും വീടും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഗൃഹപാഠം ചെയ്യാനുള്ള കഴിവ്, അതായത് ഹോംവർക്ക്സ്, ക്ലാസ് മുറിയിലെ പ്രവർത്തനങ്ങളുടെ പിന്തുടരൽ, സ്കൂളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അത് വീട്ടിൽ ചെന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ബാലൻസായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, സ്ക്രീൻ സമയം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നത് എത്ര നേരം യൂസ് ചെയ്യുന്നു, ഇതൊക്കെ തന്നെയും രക്ഷിതാക്കൾക്ക് കാർഡിൽ പൂരിപ്പിച്ച് നൽകാം. ഇതെല്ലാം തന്നെയും രക്ഷിതാക്കൾക്ക് കാർഡിൽ പൂരിപ്പിക്കാനുള്ള അവസരം അതിൽ ഉണ്ടാകും. പരഖ് വളരെയധികം ചിന്തിച്ച് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രസ് കാർഡാണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. NCERTയുടെ പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഈ വിലയിരുത്തലുകൾ, ഈ ഒരു കണ്ടെത്തലുകൾ ഒക്കെ ഇനിയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു വിദ്യാർത്ഥിയാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു വികസനം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.